Welcome to Garam Masala, the magic spices of cooking. ഓറഞ്ച് പായസം. ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ ഓറഞ്ച് പായസം തയ്യാറാക്കിയെടുക്കാം. സാധാരണ പായസത്തിൽ നിന്നും വ്യത്യസ്തമായി തണുപ്പോടുകൂടി സെർവ് ചെയ്യുന്ന നല്ലൊരു ഡെസേർട്ടാണ് ഈ ഓറഞ്ച് പായസം. ഇതിനുവേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് 3/4 ലിറ്റർ പാൽ എടുക്കാം. ഈ പാലിനെ തിളപ്പിച്ചെടുക്കണം. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർക്കണം. ഇതിനെ നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പാല് തിളച്ചു വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് കോൺഫ്ലോറിന്റെ മിക്സ് ഒഴിക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ വറ്റിച്ചെടുക്കാം. ഈ പാല് 1/2 ലിറ്ററോളം ആയി വരണം. അതുപോലെ നമുക്ക് ഇതിനെ ഒന്ന് കുറുകി കിട്ടുകയും വേണം. നമ്മുടെ പായസം നല്ല തിക്കായി വരണമെങ്കിൽ 2 ടേബിൾ സ്പൂണിന് പകരമായി 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ പായസം നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കാഷ്യൂ നട്ട്സ് ആണ് ചേർക്കേണ്ടത്. റോസ്റ്റഡ് കാഷ്യൂ നട്ട്സ് ആണ് ഇത്. ചോപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിനെ പായസത്തിലോട്ട് ചേർക്കാം. 10 മുതൽ 15 കാഷ്യൂ നട്ട്സ് വരെ ഉപയോഗിക്കാം. സെർവ് ചെയ്യുന്ന സമയത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചാൽ മതി ഈ കാഷ്യൂ നട്ട്സ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ തണുപ്പിച്ചെടുക്കണം. നമ്മുടെ പായസം തണുത്തു വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സെർവിംഗ് വെസലിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിലോട്ട് ഓറഞ്ച് ആണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 5 മീഡിയം സൈസ് ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിന്റെ സ്കിന്നെല്ലാം നമുക്ക് എടുത്തു കളയണം. ഇനി നമുക്ക് ഈ സ്കിന്നു കൂടെ ഒന്ന് എടുത്തു കളയാം. ഇതിന്റെ സീഡ്സും എടുത്തു കളയണം. കഴിയുന്നത്ര എടുത്തു കളയാം. ഇനി നമുക്കിതിനെ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ഓറഞ്ചും തയ്യാറാക്കി എടുക്കണം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഓറഞ്ചിനെ നമുക്ക് പായസത്തിലോട്ട് ചേർക്കാം. നല്ല മധുരമുള്ള ഓറഞ്ച് തന്നെ എടുക്കണം. പുളി ഉണ്ടാകരുത്. അതുപോലെ തന്നെ ചൂടോടുകൂടി തന്നെ പായസത്തിലോട്ട് ഓറഞ്ച് ചേർക്കരുത്. നമ്മുടെ പായസം പിരിഞ്ഞു പോകും. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓറഞ്ച് പായസത്തിനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. 1-2 മണിക്കൂർ തണുപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ഓറഞ്ച് പായസം തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ തണുപ്പോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.